തൊട്ടടുത്താണല്ലേ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നേ. ഇപ്പൊ സമ്മറിലാണോ വൈബ് പിടിച്ചെങ്കിൽ വെച്ചാൽ പൈ ചവിട്ടിയും പോകായിരുന്നു. കാരണം കാറിന് പെട്രോൾ അടിക്കണം, ഇൻഷുറൻസ് എല്ലാം കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ആകപ്പാടെ ചെയ്യണം. ഇവിടെ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ നാളായിട്ട് സൈക്കിളല്ല, ഞാനൊരു സൈക്കിൾ മേടിച്ചത് നീ ഓർമ്മയുണ്ടോ? മറ്റേ നിന്റെ ഇലക്ട്രിക് സൈക്കിൾ പണ്ട് നീ റാഡിന്റെ ഇലക്ട്രിക് സൈക്കിൾ. റാഡ് മെഷീനാ? റാഡ് മെഷീൻ അല്ല സൈക്കിൾ, റാഡാണ് കമ്പനി. അതിന്റെ ഒരു റാഡ് സിറ്റി എന്ന് പറഞ്ഞൊരു ബൈക്ക് മേടിച്ചായിരുന്നു. അത് പക്ഷെ ചാർജ് ചെയ്തിട്ടാൽ മതി. ഇവിടെ ഒരു 5 മണിക്കൂർ 4 മണിക്കൂറോളൊക്കെ ചാർജ് ചെയ്തിട്ട് ഒരാഴ്ച ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ഒരു മണി ചാർജ് കഴിഞ്ഞാൽ ഒരാഴ്ച പോയിട്ടില്ല. നേരാണ്, അത്യാവശ്യം നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് ആ സുഖമായിരുന്നു. കാര്യം ചെലവൊന്നും ഇല്ലല്ലോ, ചുമ്മാ കുത്തിയിട്ടാ മതി. ബില്ലിന്റെ കൂടെ അത് അടഞ്ഞു പോയിക്കോളും. പിന്നെ അത്യാവശ്യം നമ്മുടെ ബോഡിയും ഫിറ്റാവും, കാപ്പൊക്കെ വയറൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെ, അപ്പൊ ബൈക്കെടുക്കണ എന്തുകൊണ്ട് നല്ലൊരു അഭിപ്രായം കേട്ടോ. എടാ ഞാൻ ഇതൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞില്ല. ഞാനൊരു ഈ ബൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഡെലിവറി ആയി. ഇപ്പഴാ? TRAXന്റെ. ഇപ്പൊ ജസ്റ്റ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡെലിവറി ആയിരുന്നു. നീ കൊള്ളാട്ടെ, ഞങ്ങളോട് ഇതുവരെ പറഞ്ഞില്ലേ? ഇല്ല, സർപ്രൈസ് ഓക്കെ അപ്പൊ നോക്കാം. എന്നോ ശരിക്കും വന്നതാ. വെയിറ്റ് ഉള്ള വണ്ടിക്ക് കുറച്ച് വെയിറ്റ് കാണും, വെയിറ്റില്ലാത്ത വണ്ടി കുറച്ച് വെയിറ്റ്. സൂപ്പർ ആട്ടോ, ഇതൊക്കെ ഉണ്ട്. ബാറ്ററി ഇതിന്റെ കൂടെ തന്നെ ഒരു ഷിപ്പ് ചെയ്തോ? എല്ലാം സെറ്റാണ്. കേട്ടിയാലോ? കേട്ടാ എന്നാലും നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. എനിക്കൊരു സൈക്കിൾ അല്ലല്ലോ, എന്നോടൊരു അഭിപ്രായം പോലും നീ ചോദിച്ചു. നമ്മുടെ ആജക്സ് ആണ് അവസാനമായിട്ട് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് തന്നത്. ചുമ്മാ ചായ കുടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഫോണിന്റെ ഫോക്കസും മേടിച്ചോണ്ട് വന്നു.
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾ ഹരി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ കഴിഞ്ഞത്. നമ്മുടെ ആകെ എനിക്ക് തോന്നുന്നു ഒരു 1 hour അത്രയല്ലേ ഉള്ളൂ. 1 hour ഫുൾ പരിപാടി കഴിഞ്ഞു. സാധനം കാണാനൊക്കെ വെറൈറ്റി ആണ്. ഇതൊക്കെയാണ് അലോയ്സൊക്കെ നൈസായിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ പറയാം. നമുക്ക് ഒന്ന് ട്രയൽ റൺ നടത്താം. കമോൺ. പെട്രോൾ അടിക്കണ്ട, ഇൻഷുറൻസ് എടുക്കണ്ട. പിന്നെ വല്ലാണ്ട് വെയിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വെയിൽ കൊണ്ട് നടക്കാൻ. അല്ലെങ്കിൽ സുഖമാണ്. എനിക്ക് പെഡൽ അസിസ്റ്റ് ഉള്ളതുകൊണ്ട് പെഡലിങ് ചവിട്ടി പോവാം. അല്ലെങ്കിൽ ചവിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ജസ്റ്റ് റോഡ് മാത്രം ഓടിച്ചു പോകും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ അൺബോക്സിങ് കഴിഞ്ഞേക്കുവാണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരിപാടി തന്നെ? ഇപ്പോൾ നമുക്ക് അടുത്ത് ട്രാവൽ പിടിക്കാം. അതെ, നമ്മുടെ അടുത്ത് അടുത്തൊരു ട്രാവൽ വീഡിയോ ഉടനെ അടുത്ത ആഴ്ച വരുന്നതാണ്. കീപ് വാച്ചിങ്. സീ യു സൂൺ.